സാധാരണക്കാരന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് മൃണാൾ ബ്രോ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു. വലിയൊരു കാര്യം തന്നെയാണ്. താങ്കൾക്ക് വലിയൊരു നന്ദി ആദ്യം തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ഈ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സാധാരണക്കാരോട് എനിക്ക് പറയാനുണ്ട് കേട്ടോ. ഈ സാധാരണക്കാരന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുക അല്ലെങ്കിൽ അവർക്കുള്ള ഭക്ഷണത്തിൻ്റെ കഥയെക്കുറിച്ചൊക്കെ പുള്ളി പറയുന്ന പരസ്യം പരസ്യമാണ്. പുള്ളിക്ക് ബിസിനസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരസ്യം മാത്രമാണ്. ഞാനിത് പറഞ്ഞുതരാട്ടോ, നിങ്ങൾ പോവല്ലേ, നിങ്ങൾ കേൾക്കണം. പുള്ളി ആദ്യം എന്താ ചെയ്തത്? പുള്ളി കേരളത്തിലുള്ള സകല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചത് മുഴുവൻ കുറ്റം പറഞ്ഞു. അത് ഈ സാധാരണക്കാരൻ്റെ ഹോട്ടലിൽ മാത്രമാണ് തേച്ചൊട്ടിച്ചിരിക്കുന്നത്. പുള്ളിയുടെ തേച്ചൊട്ടിക്കൽ കാരണം കുറേ ആൾക്കാർ രക്ഷപ്പെടുകയും ചെയ്തു, അത് വേറെ കേസിട്ട്. പക്ഷേ പുള്ളി നല്ല സ്റ്റാൻഡേർഡായ ഹോട്ടലിൽ പോയിട്ട് എന്താ വലിയ കുറ്റം പറയാൻ നിൽക്കാതെ അവിടെ ആമ്പിള്ളേർ എന്നെക്കുറിച്ച് പഠിച്ചിട്ടാണ് കുത്തിയിരിക്കണത്. അവിടെ പോയിട്ട് കമ്പനി പറഞ്ഞെങ്കിലേ നല്ല പൊളിച്ച തെറിയേക്കും പിള്ളേരുടെ വായിന്ന്. അങ്ങനെ കേട്ടിട്ട് പോയിട്ടുണ്ട്, മിണ്ടാണ്ടിരുന്ന് വിഴുങ്ങിയിട്ട് പോയിട്ടുണ്ട് തെറിയെല്ലാം കേട്ടിട്ട്. അതൊന്നും പുറത്തോട്ട് വന്നിട്ടില്ല. അതൊക്കെ ഓരോരുത്തന്മാരൊക്കെ ഓരോ ഷെഫ്മാരൊക്കെ പുറത്തു വിടാൻ തുടങ്ങിയിട്ടുണ്ട്. പുള്ളി പറഞ്ഞതാണ് ചമ്മന്തി വേണ്ടവർ ചമ്മന്തി, ചോറിന് ചോറ്. അപ്പോൾ അത് രണ്ടിൻ്റെ പൈസ മാത്രം അടച്ചാൽ മതി. ഭക്ഷണത്തിൻ്റെ കഥയാണ് പറഞ്ഞിട്ടോ. ഈ കുറച്ച് ദിവസമായിട്ട് ഓരോരുത്തരൊക്കെ ഭക്ഷണം കഴിച്ചതിൻ്റെ ബില്ല് പുറത്തു വിടുന്നുണ്ട്. അപ്പം അന്നേരമാണ് ഞാനത് ശ്രദ്ധിച്ചത്. അന്നേരമാണ് ഞാൻ ഇതൊക്കെ ഒന്ന് കൂട്ടി നോക്കേണ്ടത്. അപ്പം ഞാൻ ഈ സൈഡിൽ ഇട്ടൊക്കെ നിങ്ങളൊന്ന് കണ്ടോ, ഒന്ന് കൂട്ടി നോക്കണ്ടോ. ചിക്കൻ ദം ബിരിയാണി ഒരു പുള്ളിക്കാരി ഒരു സഹോദരി കഴിച്ചാൽ അതിൻ്റെ ചിക്കൻ ദം ബിരിയാണി ഹാഫ് ആട്ടോ, അതിന് 132 രൂപ. ഒരു ഹാഫ് ബിരിയാണിക്ക് 132 രൂപയും GST അടക്കം ആൾക്കാർ കഴിക്കുന്നുണ്ടോ? സാധാരണക്കാരുടെ ഭക്ഷണമാണോ? മൃണാൾബോ, ഞാൻ കാസർഗോഡുകാരനാണ്. കാസർഗോഡ് കിട്ടും 120 രൂപയ്ക്ക് കുഴപ്പമില്ലാത്ത ഫുൾ ബിരിയാണി കിട്ടും കാസർഗോഡ്. ഇതുപോലെ എല്ലായിടത്തും കിട്ടും. തിരുവനന്തപുരത്തിലേക്കൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം അത് സാധാരണക്കാരന് വേണ്ടിയിട്ടല്ല, ഇത്രയുള്ളൂ. റൈസ് ഹാഫ് നമ്മുടെ മീൽസാണ്. മീൽസിൻ്റെ കഥയാണ് പറഞ്ഞേ. അപ്പോൾ മീൽസ് ഹാഫിന് 20 രൂപ. പുള്ളി ഹാഫ് ഫുള്ളൊക്കെ അടവ് കൊടുക്കുന്നുണ്ട് ചോറിന്. അപ്പം എടുക്കുന്നതിന് മാത്രം കൊടുത്തേച്ചാൽ മതി ഫുഡ്, അല്ലെങ്കിൽ പൈസ കഴിക്കുന്ന മതി. അപ്പം ഹാഫ് രൂപ 20 രൂപ. സാധാരണക്കാരത്ര ചിന്തിക്കുള്ളൂ. അതിൻ്റെ കൂടുതൽ പുളിശ്ശേരി സെപ്പറേറ്റ്, അത് ചെറിയ സ്മോളാണ്, 20 രൂപ. 20 രൂപയ്ക്ക് പുളിശ്ശേരി ഹാഫ് ചോറും 40 രൂപയ്ക്ക്. മൃണാൾ ബ്രോ 40 രൂപ 50 രൂപയ്ക്ക് 3-4 കൂട്ടം കറി കൂട്ടിയിട്ട് കൊടുക്കുന്ന ഹോട്ടലുകളുണ്ട്. സാമ്പാർ അത് സ്മോൾ 20, അപ്പോൾ തന്നെ 60 രൂപ കേട്ടോ. ഒരു അവിയൽ 20, തോരൻ 20, 100 രൂപ. സാധാരണക്കാരൻ്റെ ഒരു ചെറിയ ഊണ്, സാധാരണക്കാരൻ്റെ ചോറിന് സാധാരണക്കാരനെ കഴിക്കാൻ വേണ്ടിയിട്ട് 100 രൂപ. അപ്പോൾ ഒരു വേറെ കാര്യമുണ്ട്. അപ്പം സാധാരണക്കാരന് ഇത്ര അടച്ചാൽ മതി. സാധാരണക്കാരന് ഒരു ചമ്മന്തി അല്ലെങ്കിൽ ഒരു തോരനും ഒരു പുളിശ്ശേരി മാത്രം എന്ന് കഴിക്കില്ല, ആൾക്കാർ ശ്രദ്ധിക്കൂലേ? അവൻ്റെ അഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്ന പരിപാടിയാണ് ഇങ്ങനെ കാണിച്ചു വന്നിരിക്കുന്നത്. അപ്പം അങ്ങ് ഓരോ സാധനങ്ങളെ അപ്പത്തേക്ക് 100 രൂപ ആയില്ലേ? മിടുക്ക, ഭയങ്കര ബുദ്ധിയാണല്ലോ. അത് കഴിഞ്ഞിട്ട് ബീഫ് ഫ്രൈ, അത് സ്മോളാട്ടോ. സാധാരണ നമ്മൾ ഹാഫ്, ക്വാർട്ടർ ഇങ്ങനെയൊക്കെയാണ് സാധാരണ പറയുന്നത്. അല്ലെങ്കിൽ ഒരു പോർഷൻ പോട്ടെ, 96 രൂപ. GSTക്ക് 100 രൂപ പോട്ടെ, കുഴപ്പമില്ല, നഷ്ടമൊന്നുമില്ലെന്ന് വിചാരിച്ച പെങ്ങളെ. പപ്പടം അത് കൊടുത്തിട്ടോ 7 രൂപ. എന്തുവാടോ അത്? 20 രൂപയ്ക്ക് പപ്പടം കിട്ടില്ലേ? 10 2 രൂപയുടെ ഒരു പപ്പടത്തിന്. ഹോൾസെയിലാകുമ്പോൾ വീണ്ടും കുറയും. അറപ്പാട്ടോ, അറപ്പ്. ഇതിലും ഭേദം കക്കാമ്പോടോ പാലെടുത്തിട്ട്. മറ്റേ ബ്ലേഡ് മാഫിയെക്കാട്ടിലും വലിയ കഷ്ടമാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുക, സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണുള്ളത്. GST അടക്കം നല്ല പൈസയും. സാധാരണക്കാരൻ്റെ ചെറിയ ചെറിയ കടകളൊക്കെ ഇഷ്ടംപോലെ നാട്ടിലുണ്ട്, അവരത് കഴിച്ചോളും. ഇത് സാധാരണക്കാരനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, സാധാരണക്കാരൻ്റെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബ്രോ ഇങ്ങനെയൊന്നും കഷ്ടപ്പെടല്ലോ കേട്ടോ. പുണ്യം കിട്ടുന്ന കുറച്ച് കൂടിപ്പോകും. കഷ്ടം.